ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് കുംഭമാസം 9-ാം തീയതി, അതായത് 2017 ഫെബ്രുവരി മാസം 21-ാം തീയതി. ഇന്ന് ചൊവ്വാഴ്ചയാണ്. നക്ഷത്രം 31 നാഴിക മൂലവും ബാക്കി പൂരാടവുമാണ്. അപ്പോൾ അതേപോലെ നമ്മൾ കത്തിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ കത്ത്: ബഹുമാനപ്പെട്ട ശർമാജി സർ, ദേവാമൃതത്തിൻ്റെ സ്ഥിരം പ്രേക്ഷകയാണ് ഞാൻ. ഈ പരിപാടിയുടെ വിജയത്തിനായി പ്രവർത്തിച്ചു വരുന്ന താങ്കൾക്കും സോണികയ്ക്കും അണിയറ പ്രവർത്തകർക്കും എൻ്റെ ആശംസ അറിയിക്കട്ടെ. ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങളും അറിയിക്കുകയാണ്. എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് 12 വർഷമായി ഡൽഹിയിലാണ് താമസം. അവൾക്കൊരു കുഞ്ഞുമുണ്ട്. മാതാപിതാക്കളോട് വളരെ സ്നേഹത്തിലായിരുന്നു മകൾ. എന്നാൽ 2-3 വർഷമായി ഞങ്ങളോട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. വല്ലപ്പോഴും വിളിച്ചാൽ 1 മിനിറ്റ് മാത്രം വർത്തമാനം പറയും. 3 വർഷം കൂടുമ്പോൾ മാത്രമാണ് നാട്ടിലേക്ക് വരുന്നത്. എപ്പോൾ വിളിച്ചാലും ഒരു ദേഷ്യഭാവമാണ്. ഇപ്പോൾ 2 മാസമായി ഞങ്ങളോട് തീരെ സംസാരമില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ മകളുടെ അടുത്ത് പോകാൻ പറ്റിയ സാഹചര്യവുമല്ല. വയസ്സായ ഞങ്ങൾക്ക് മകളുടെ ഈ സ്വഭാവ വ്യത്യാസം വളരെ വേദനിപ്പിക്കുന്നു. മകളുടെ ഈ മാറ്റത്തിനുള്ള കാരണവും അതിൻ്റെ പരിഹാര നിർദ്ദേശവും താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന ആദരവോടെ കോമളം, ആലപ്പുഴയിൽ നിന്നാണ്. മകളുടെയും മരുമകൻ്റെയും ഗ്രഹനിലകൾ ചേർത്തിട്ടുണ്ട്. കാന്തനു കാന്തി കുറഞ്ഞതു കാണുമ്പോൾ കാന്തമാർ കാന്തിയും മങ്ങുമല്ലോ. അത് പ്രസിദ്ധനായ ഒരു കവി എഴുതിയിരിക്കുന്നതാണ്. കാന്തന് കാന്തി കുറഞ്ഞത് കണ്ടാൽ കാന്തമാർ കാന്തിയും മങ്ങുമല്ലോ. സൂര്യൻ മങ്ങി ഒതിച്ചാൽ താമര വിടരുമോ, ആമ്പല് വിടരുമോ? ഇല്ല. അപ്പോൾ അത് വിളർന്നു നിൽക്കും. ഒരു കുടുംബനാഥന് സന്തോഷമുണ്ടെങ്കിലേ കുടുംബനാഥയ്ക്കും സന്തോഷമുള്ളൂ. കുടുംബനാഥൻ വിഷമിച്ചും വിളകയും നിന്നാൽ അത് നാഥയും ബാധിക്കും. അതുപോലെ തന്നെ പലതരത്തിൽ ജീവിതാഭിവൃദ്ധിക്കും ഐശ്വര്യവും പ്രതീക്ഷിച്ച് ഇറങ്ങിത്തിരിച്ച മകൾക്ക് സ്വഭർത്താവിൽ നിന്നോ, അല്ലെ എൻ്റെ വീട്ടുകാർ എനിക്ക് ഉണ്ടാക്കിത്തന്ന ഭർത്താവ് ഇപ്രകാരമാണല്ലോ, അല്ലെങ്കിൽ നല്ല ഉദ്യോഗം, അല്ലെങ്കിൽ നല്ല പെരുമാറ്റം, അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം, അല്ലെങ്കിൽ നല്ല സ്വഭാവം, അല്ലെങ്കിൽ എന്തൊക്കെയോ നെയ്ത് കൂട്ടിയ, പ്രതീക്ഷിച്ച് കൂട്ടിയ, വാരിക്കൂരിക്കൂട്ടിയ സ്വപ്നങ്ങൾ അതേപടി നടക്കാതെ വരുമ്പോൾ പ്രത്യേകിച്ചും അമ്മമാരോട് പെൺകുട്ടികൾക്കൊരു പിണക്കം, പരിഭവം ഉണ്ടാവും. എനിക്ക് എൻ്റെ കൂട്ടുകാരികൾക്ക്, അല്ലെ എൻ്റെ സഹപ്രവർത്തകർക്കൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരെയും കണ്ടാൽ വലിയ സുന്ദരന്മാരെയും ഒക്കെ വിവാഹം കഴിച്ചു, ഒത്തിരി സ്ത്രീധനം കൊടുത്ത് ഒക്കെ വിട്ടു. എനിക്ക് തന്നപ്പോഴാവട്ടെ മറ്റുള്ള സഹോദരങ്ങൾക്ക് കൊടുത്ത പോലെ കൊടുക്കാതെ അല്ലെ എന്നെ ഇറക്കി വിട്ടു. അല്ലെങ്കിൽ എനിക്ക് മുന്തിയ പരിഗണന തന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പിന്തിയ പരിഗണനയാണ് കിട്ടിയത്, അല്ലെങ്കിൽ എന്തൊക്കെയോ മോഹിച്ചു, അതിനനുസരിച്ച് അമ്മ അച്ഛൻ കൂട്ടുനിന്നില്ല എന്നുള്ളത് ഒരു വിഭാഗം. ഇനി അഥവാ എന്തെങ്കിലും പ്രതീക്ഷിച്ച് മാതാപിതാക്കൾ നിരപരാധിയാണ്, ഇതിലൊന്നും ഇൻവോൾവ് അല്ല, പക്ഷേ മകൾ പ്രതീക്ഷിച്ചതിന് വിപരീതമായ അല്ലെങ്കിൽ അത്രയൊന്നും കിട്ടുന്നില്ലെങ്കിൽ തന്നെ ഈ പറഞ്ഞ കവി പാടിയ പോലെ കാന്തന്നു കാന്തി കുറഞ്ഞതു കാണുമ്പോൾ കാന്തമാ കാന്തിയും മങ്ങുമല്ലോ. ആ മങ്ങലും വരാം. അതിൻ്റെ കൂടെ, അതായത് പണ്ടേ ദുർബലയായിരിക്കുന്ന ഒരാൾ, ഒരു യുവതി ഗർഭിണിയും കൂടി ആകുമ്പോൾ, അതും ഒരു 5 മാസം കഴിഞ്ഞ് 10-ാം മാസത്തിലേക്ക് വരുമ്പോൾ ക്ഷീണം കൂടും. അതിൻ്റെ കൂടെ പൈശാചിക ബാധയും കൂടെ കേൾക്കുമ്പോൾ ക്ഷീണം ഒന്നുകൂടെ വർദ്ധിക്കും. അല്പസ്വല്പം മാനസിക പീഡനങ്ങൾ വന്നു കഴിയുമ്പം അത് ഒന്നുകൂടെ പൂർണ്ണമാവും. എന്ന് പറഞ്ഞ പോലെ തിരുവാതിര നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ 1-2 വർഷമായിട്ട് വ്യാഴഗ്രഹം 3-ാം ഭാവത്തിലും 4-ാം ഭാവത്തിലുമായി, 3-ൽ നിൽക്കുന്ന വ്യാഴമാണെങ്കിൽ തന്നെ മാതൃപിതൃ മാതുര സഹോദരാദി ദുഃഖവും മാതാപിതാക്കളെക്കൊണ്ടും സഹോദരങ്ങളെക്കൊണ്ടും ചെന്ന് കയറുന്ന ബന്ധുജനങ്ങളെക്കൊണ്ടും അതൃപ്തികരവും, ഈ മുൻ സൂചിപ്പിച്ച പോലെ എന്തൊക്കെയോ വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു, അങ്ങനെയൊന്നും ഉള്ള സ്വപ്നങ്ങളൊന്നും നടന്നില്ല. അതിൻ്റേതായ പ്രയാസവും
അനുഭവിച്ചു വരവേ കഴിഞ്ഞ ആഗസ്റ്റ് മാസം മുതൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി 5 മാസമായിട്ട് ആ വ്യാജഗ്രഹം കണ്ടകവ്യാജമാവുന്ന 4-ാം ഭാവത്തിലേക്ക് പ്രവേശിച്ചു. ഒരു പക്ഷേ ഈ രാശിക്കാർക്ക് ഒരു പുതിയ വീട് പണിയാനോ ഫ്ലാറ്റ് പണിയാനോ വീതം കിട്ടാനോ ഒക്കെ ഉള്ള ഒരു സാധ്യതയും, അതല്ലെങ്കിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയാണെങ്കിൽ പുതിയ വീട്ടിലേക്ക് മാറിയേ മതിയാകൂ എന്നുള്ള മാനസികാവസ്ഥയും, അതിന് പറ്റിയ രീതിയിൽ ഇട്ടേച്ച് പോകാനും മേല, കൊത്തിക്കോട്ട് പറക്കാനും മേല എന്നുള്ള നിലയിൽ പുതിയ ഒരു ഫ്ലാറ്റോ വില്ലയോ ഒക്കെ പണിയാനുള്ള സമ്പത്ത് ഇല്ലാതെ വരികയോ, അല്ലെ നമ്മളെ വിവാഹം കഴിച്ചു വിട്ട മാതാപിതാക്കൾ തരാതെ വരികയോ, അതുങ്ങൾക്ക് പ്രാപ്തിയില്ലാതെ വരികയോ, പ്രാപ്തി ഉണ്ടായിട്ട് തന്നെ മറ്റാർക്കെങ്കിലും കൊടുത്തിട്ട് അവനവന് കിട്ടാതെ വരികയോ, അതല്ലെങ്കിൽ അവനവൻ്റെ കൺകണ്ടതായ നമ്മുടെ ഭർത്താവിന് അതിനുള്ള വരുമാന്യമില്ലാതെ വരികയോ, ഭർത്താവിൻ്റെ ഗ്രഹത്തിൽ നിന്ന് സപ്പോർട്ട് കിട്ടാതെ വരികയോ ചെയ്തിട്ട് എല്ലാവരും കണ്ടോ പുതിയ വീട് വെച്ചു, കാര്യങ്ങൾ വെച്ചു, എനിക്ക് തരാവുന്നതെല്ലാം തന്നു, ചേട്ടന് കിട്ടേണ്ടത് വീട്ടിൽ നിന്ന് കിട്ടിയോ ഇല്ല, അതൊന്ന് ചോദിച്ചൂടെ, ഇങ്ങനെ അനങ്ങാപ്പാക നയം കൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? കരയുന്ന കുഞ്ഞിനെ ചേട്ടാ ഇക്കാലത്ത് മുലപ്പാലുള്ളൂ, ഇല്ലേ കുപ്പിപ്പാൽ പോലും കിട്ടുകയില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയവും ഇത് കേട്ടും കൊണ്ട് ഭർത്താവ് വളരെയധികം വിഷമിച്ചിരിക്കേണ്ടതായ അവസ്ഥയും. കാരണം ഭർത്താവിന് കർക്കടകമാണ്, കർക്കടകം, ചിങ്ങം, കന്നി, 3-ാം ഭാവത്തിൽ വ്യാജഗ്രഹം മാതാപിതാക്കളോടും മാതൃപിതൃ ദുഃഖത്തോടും അഭിമാനക്ഷതത്തോടും മറ്റൊരു പ്രൈവറ്റേഷൻ, ഒരു പുതിയ ജീവിതം, ഒരു പുതിയ വീട് ഒക്കെ വേണം എന്നുള്ള ആഗ്രഹിച്ചിട്ട് നടക്കാതെ നിൽക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലയെ തന്നെ നഷ്ടപ്പെടുകയോ ആരോപിതനാകുകയോ കളങ്കിതനാകുകയോ ഒക്കെ ചെയ്തിട്ട് അപ്പുറയും ഇപ്പുറയും പരമശിവന് കുത്തേറ്റ പോലെ കിട്ടുകയൊക്കെ ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇത് ഓർത്ത് പ്രയാസപ്പെടേണ്ട കാര്യം നമുക്ക് കത്തയച്ചിരിക്കുന്ന കോമള വല്യമ്മയ്ക്ക് ഇല്ല. ഇതൊക്കെ ശരിയാകാൻ പോവുകയാണ്. ഇത് വരുന്ന ഏതാനും മാസങ്ങൾ കൊണ്ട് വ്യാഴഗ്രഹമൊക്കെ നല്ല സ്ഥാനത്തേക്ക് മാറുന്നത് കൊണ്ട് മകൾക്ക് നല്ലൊരു സന്തോഷവും മരുമകന് നല്ലൊരു സന്തോഷവും അവർക്ക് നല്ലൊരു സെപ്പറേഷനും ഇത് കണ്ട് ആനന്ദിക്കുവാനുള്ള യോഗവും ഒരു നല്ല നേരത്തുണ്ണി ഉണ്ടാകുവാനുള്ള യോഗവും ഒക്കെ തുടങ്ങുന്നുണ്ട്. അതുപോലെ വ്യാഴപ്രീതി വരുത്തുക. മകളുടെയും മരുമകൻ്റെയും പേരിൽ കമലമ്മയോ കമലമ്മയുടെ ഭർത്താവോ അല്ലെങ്കിൽ ഉറ്റവരോ ഉടയവരോ വ്യാഴാഴ്ച ദിവസം പ്രത്യേകം 2 പേർക്കും പത്മമിട്ടിട്ട് ദേവാനാം ജഗക്ഷീണാഞ്ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തങ്കുരും പ്രദോസ്മിഹം. പിന്നെ ഈ വിഷമിച്ചിരിക്കുമ്പോൾ ഇനിയിപ്പം ദേവാനാം ജഗക്ഷീണാഞ്ച ചൊല്ലിയാൽ ആകുമോ എന്ന് ചോദിച്ചാൽ ദൈവത്തിന് അത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കും. വകുപ്പില്ലാത്തിടത്തും വകുപ്പുണ്ടാക്കും. എന്തെങ്കിലും തരത്തിൽ കാഠിന്യങ്ങൾ മാറ്റാൻ അദ്ദേഹത്തിന് കഴിവുണ്ടാവും. അതുകൊണ്ടാവാം നമുക്ക് ഈ മകളുടെ പ്രയാസത്തിൽ എന്തായിരിക്കും എന്നൊരു സൂചന കിട്ടാനെങ്കിലും ഇപ്പോൾ ഈ കത്തിലൂടെ സാധിച്ചത്. ഇങ്ങനെ പല അമ്മമാർക്കും അവസരങ്ങൾ ഉണ്ട് ഇതുപോലെയൊക്കെ ഉള്ള ഓരോ നമുക്ക് പറഞ്ഞ് ആരിൽ നിന്നാണോ ഇതിനൊരു ഉത്തരം കിട്ടാതെ വിഷമിച്ച് നിൽക്കുക. ഇത് നമുക്ക് നിയമപാലകരോടോ മറ്റു നഗരാധിപന്മാരോടോ ഡോക്ടർമാരോടോ ഒന്നും ചോദിച്ചാൽ ഇതിനൊന്നൊരു ഉത്തരം കിട്ടുന്നില്ല. പകരം ഞങ്ങളെപ്പോലെയുള്ള ഈ ജീവികളെ സമീപിച്ചെങ്കിൽ ഇതിനൊക്കെ ഒരു വ്യാഖ്യാനങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ. ഏതായാലും ഈ പ്രതിവിധികളൊക്കെ ചെയ്യുക, വിഷ്ണുക്ഷേത്ര ദർശനങ്ങൾ നടത്തുക ഒക്കെ ചെയ്യുക. ഉടൻ തന്നെ മകൾക്ക് സന്തോഷവും മാതാപിതാക്കളെ അന്വേഷിക്കാനും കമ്മ്യൂണിക്കേഷൻ ആ പദം തന്നെയാണ് ശരി വരാനുള്ള സാധ്യതകളും തെളിയുന്നുണ്ട്. അങ്ങനെ തെളിഞ്ഞു കഴിയുമ്പം വീണ്ടും ഞങ്ങളെ അറിയിക്കുക. അവനമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.